നമ്മുടെ പല സെയിൽ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്നിരുന്ന ലേലം വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ലേലം വിളിക്കുന്ന ആൾക്കാരുടെ മിക്കവാറും അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെല്ലാം ഫേക്ക് അക്കൗണ്ടിൽ വരുന്ന ബ്രോക്കേഴ്സ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് കുറേ അധികം ബ്രോക്കേഴ്സിന് വല്ലാത്തൊരു ചുരുക്കമുണ്ട്. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഡയറക്റ്റ് ഓൺ ഓഫ് സെയിൽ വീഡിയോസ് ഇടുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും കാണുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാരാണ് ഇപ്പം നമ്മൾ 1 കോടിക്ക് ഒരു വീടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ 45 ലക്ഷത്തിനേ ഉള്ളൂ, അല്ലെങ്കിൽ 45 ലക്ഷമാണെങ്കിൽ എടുക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടൻ കമൻറ്റുകൾ ഇടുന്നുണ്ടാവും. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേലം വിളിക്കുന്നതിന് പകരം വീഡിയോയ്ക്കകത്ത് അവരുടെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുന്ന വില എന്താണെന്ന് പറഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ അതിനകത്ത് ഒരുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കമൻറ്റ് ചെയ്ത് സമയം കളയാണ്ട് നേരിട്ട് അതിൻ്റെ ഉടമയെ വിളിക്കുക. ശരിക്കും ഈ വീഡിയോ പരസ്യം ചെയ്യുന്ന ആൾ പോലും ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റുകൾ വായിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന കമൻറ്റിന് നോക്കി അവർ റിപ്ലൈ തരാനും പോകുന്നില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ആൾ സാധാരണഗതിയിൽ ഒരു പ്രോപ്പർട്ടിക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇൻ കേസ് നമ്മുടെ പ്രോപ്പർട്ടി വീഡിയോസ് ഫോളോ ചെയ്യുന്ന, അതായത് തിരുവനന്തപുരത്തെ ഒരു 90% ബ്രോക്കർമാരും നമ്മുടെ ഫോളോവേഴ്സാണ് കേട്ടോ. ഒന്നുകിൽ നേരിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് വഴി ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ടുകൾ ത്രൂ നമ്മുടെ ഇതിൽ വരുന്ന നോക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വീഡിയോസ് ഉടനെ തന്നെ അടുത്ത ദിവസം അവരും അവിടെ എത്തും. അങ്ങനെ അവരുടെ കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർ ത്രൂ ആയിരിക്കും സെയിൽ കിടക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ വിൽക്കാൻ വെക്കുന്ന ആളിന് ഇഫ് ഇൻ കേസ് ഇതൊരു ബ്രോക്കർ ത്രൂ ആണ് സെയിൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ അവർ ഒരു എമൗണ്ട് കൂട്ടി വയ്ക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ നേരിട്ട് ജെന്യൂനായിട്ടുള്ള പാർട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓണർ തന്നെ ഈ പറഞ്ഞ പ്രൈസ് കൂടെയൊക്കെ കുറച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇത് എല്ലാ പ്രോപ്പർട്ടിയുടെയും കേസിൽ ഞാൻ പറയുന്നതല്ല കേട്ടോ. ചില പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്നെ പറയാറുണ്ട് ഇത് വില കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു വില കയറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ കണ്ടിട്ട് 1500 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് പെർ സ്ക്വയർ ഫീറ്റ് വീട് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ആൾക്കാർ പലരും വില പറയാൻ വരുന്നത്. ഇപ്പോൾ ഒരു വീടിന് ഒരു 75 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ചെന്ന് ചോദിക്കുന്നത് എനിക്കിത് 55 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്ഥലത്തിൻ്റെ വില പോലും ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ആ രീതിയിലായിരിക്കും പലരും വില പേശുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ചില ആൾക്കാർ കുറച്ചുകൂടെയൊക്കെ വില കയറ്റി വെച്ച് ഈ വീഡിയോയിൽ നമ്മളെ കൊണ്ട് വില പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണറിൻ്റെ നമ്പർ തന്നെയാണ് വീഡിയോയിലുള്ളത്. അപ്പം നേരിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച്, അതായത് നിങ്ങൾ ജെന്യൂനായിട്ടുള്ള പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വില പറയാം. ആദ്യം നിങ്ങൾ പ്രോപ്പർട്ടി ഒന്ന് കാണുക, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ചിട്ട് മാന്യമായിട്ടുള്ളൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ടാവും. എന്തായാലും ആ രീതിയിലൊന്ന് ഡീൽ ചെയ്ത് നോക്കുക.